ഇനി നമ്മൾ ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ പറിച്ചിട്ട് ഉണക്കി മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്ന മെത്തേഡാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. ഇപ്പം നമ്മളിത് പറിച്ചെടുത്ത മഞ്ഞളാണ് ഈ കിടക്കുന്നത്. ഇനി നമ്മൾ എന്താ വേണ്ടത് വെച്ചെങ്കിൽ ഇതിൻ്റെ നാരൊക്കെ നമുക്ക് പൊട്ടിച്ച് കളയണം. എന്നിട്ട് മണ്ണൊക്കെ നന്നായിട്ട് കഴുകുക. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക. പുഴുങ്ങിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പോൾ ഒരു 2 കൊല്ലമൊക്കെ ആയിട്ട് ഞങ്ങൾ പച്ചയ്ക്ക് തന്നെ ഉണക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ വെച്ചെങ്കിൽ പച്ചയ്ക്ക് തന്നെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടി ഗുണം കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പം അത് കാരണം നമ്മൾ പച്ചയ്ക്ക് ചെയ്യുമ്പോൾ ഒരു സംശയം എല്ലാവരും പറയുന്നത് ഇത് കുത്തി പോകുന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല. കുത്തി പോവാന്നുള്ളൊരു പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ മുഴുവനോടക്കനെ, അതായത് ഇപ്പോൾ പൊട്ടിച്ചാലും ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഉണക്കുമ്പോൾ ഉൾഭാഗമൊന്നും ശരിക്കും ഉണങ്ങണമെന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൻ്റെ നടുവെട്ടി തന്നെ കീറിയിട്ട് ചെറിയ പീസുകളായിട്ട് തന്നെ ഇടണം. അപ്പോഴാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അങ്ങനെ നന്നായി ഉണക്കിയാൽ ഇതിന് ഒരു കംപ്ലൈൻറ്റും വരില്ല. ഞാനിവിടെ ഇപ്പോൾ ചെയ്തിട്ട് എനിക്ക് 2 കൊല്ലമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഇപ്പോൾ 1 കൊല്ലത്തേക്കുള്ള പൊടിയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു കംപ്ലൈൻറ്റ് വരാറില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്താലും മതി. അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മൊത്തത്തിൽ നമുക്ക് ഇത് മണ്ണൊക്കെ കളഞ്ഞ് അതുപോലെ ഇതിൻ്റെ ഈ നാരൊക്കെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഇത് കുറച്ചധികം ഉണ്ട്. അപ്പോൾ കാരണം നമുക്ക് ഒരുമിച്ച് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി അർബാനിലേക്ക് പറക്കിയിടും. അതിനുശേഷം അതിനകത്ത് പൈപ്പ് ഇട്ടടിച്ച് നമുക്ക് കഴുകിയെടുക്കാം. ഇതുപോലെ നാരുകൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മണ്ണൊക്കെ നമുക്ക് അതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ മഞ്ഞൾ ഇല്ലാത്തവർക്ക് മഞ്ഞൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ച് പൊടിച്ചാലും അത്ര കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അല്ലാണ്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടണം മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ മഞ്ഞൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഇങ്ങനെ മഞ്ഞൾ വാങ്ങിക്കാനും കിട്ടും. പച്ചമഞ്ഞളായാലും വാങ്ങിക്കാൻ കിട്ടും, അതല്ലാണ്ട് ഉണങ്ങിയ മഞ്ഞളും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്കിത് മോട്ടർ അടിച്ചിട്ട് കഴുകിയെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിലത്തെ മണ്ണൊക്കെ നന്നായിട്ട് പോയി കിട്ടും. നമ്മൾ അങ്ങനെ കഴുകിച്ചാലും പൈപ്പിനകത്ത് ഇട്ടിട്ട് 4-5 വട്ടം തന്നെ കഴുകണം. കാരണം ഇതിലത്തെ മണ്ണെല്ലാം പോയി കിട്ടണം. ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിൽ ചെയ്യാറുണ്ട്. പുഴുങ്ങിയിട്ട് ചെയ്യുന്ന രീതി, നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചെയ്യുന്ന രീതിയുണ്ട്. അതുപോലെ ഇത് പച്ചയ്ക്ക് വെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇതിലെ മണ്ണ് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയിൽ മണ്ണ് കടിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് കാരണം ഇങ്ങനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം കഴുകിയിട്ട് ഇനി ഇതിൻ്റെ വേരൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടി കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വേരൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയതുപോലെ വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ടും കഴുകിയെടുക്കുക. പിന്നെ അതിൽ ബ്ലാക്ക് കളറൊക്കെ കാണുന്നിടത്തൊക്കെ നന്നായി ഒന്ന് വെള്ളത്തിലിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണല്ലോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ കഴുകിയാക്കുമ്പോഴാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിക്ക് നല്ലൊരു കളറൊക്കെ വരുള്ളൂ. ഇതിൻ്റെ തൊലിയും സാധനങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ നല്ല കളറൊന്നും കിട്ടില്ല. അപ്പോൾ അത് കാരണം നന്നായിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ നന്നായി കഴുകുക. ഒരു 5-6 പ്രാവശ്യം തന്നെ മണ്ണും അതുപോലത്തെ ഈ ഇതൊക്കെ നല്ലോണം കഴുകുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാം പോയി. ഇനി നന്നായിട്ടിത് കഴുകുക. ഇനി എല്ലാ തൊലി വെട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാതും അതേപോലെ ഇതിൻ്റെ ഞാര് വെട്ടിയതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കാം.
ഇനിയിപ്പോൾ നമുക്ക് ഇത് നന്നായി കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലത്തെ വേരൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഫ്രഷായി വന്നിട്ടുണ്ട്. വേര് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കഴുകി, ഇനി അതിന് ശേഷം ഇത് ഒന്നും കൂടി ഇതുപോലെ ആക്കി നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഇങ്ങനെ മാക്സിമം തൊലികളൊക്കെ ഇങ്ങനെ വരും. പിന്നെ കുറച്ച് തൊലി വന്നുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് ഉണക്കുന്ന സമയത്ത് ആ തൊലിയൊക്കെ അങ്ങനെ ഇതായി പൊക്കോളും, പൊടിയായിട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അതേ നല്ല ഫ്രഷായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഇതിലേക്ക് കഴിക്കുന്നതാണ്. ഇത്ര പണിയാണ് ഇതിൽ. അത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ, ഉപയോഗിക്കേണ്ടത് തന്നെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മാക്സിമം അതുപോലെ കഴുകി വൃത്തിയാക്കിയാൽ അതിൻ്റെതായ ഒരു ഗുണം വൃത്തിയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പച്ചമഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെയാവും ഇങ്ങനെ കിട്ടാൻ കൂടുതൽ പാകം ഉണ്ടായിരിക്കുക. അതല്ല കടകളിൽ ഇങ്ങനെ പച്ചമഞ്ഞൾ അങ്ങനെ അധികം കൊടുക്കില്ലല്ലോ മനുഷ്യൻ. കണ്ടിട്ടില്ല. പിന്നെ ഇത് വരട്ടു മഞ്ഞൾ കിട്ടും, അതായത് ഉണക്കിയ മഞ്ഞള് നമുക്ക് കിട്ടും. ഉണക്കിയത് കിട്ടും, പക്ഷെ പച്ചമഞ്ഞൾ കിട്ടാൻ പാടായിരിക്കും. അത് നമ്മൾ വീടുകളിൽ നിന്ന് കിട്ടാൻ പാകുണ്ടെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുകി വൃത്തിയാക്കിയാൽ നല്ല മഞ്ഞൾ പൊടി കിട്ടും. മഞ്ഞപ്പൊടിയല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. ആ ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള ഗുണം നമുക്ക് കിട്ടും. നല്ല ഫ്രഷായ മായം ചേർക്കാത്ത നല്ല മഞ്ഞൾ പൊടി കിട്ടും. ഇപ്പൊ നമ്മുടെ കഴുകിയ മഞ്ഞളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുക്കുക. അതായത് പൊളിക്കുക. അതായത് ഇതിന്റെ ഈ ഉണ്ടൊക്കെ ഉണ്ടല്ലോ നടു പൊളിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ എളുപ്പമായിരിക്കുക. നമുക്കിതിനി പൊളിച്ചെടുക്കാം. മാക്സിമം നമ്മൾ ഇതുപോലെ നൈസാക്കി ഇടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ. ഇപ്പൊ വെയിലൊക്കെ ആവുക കാരണം, നല്ല ചൂടും വെയിലൊക്കെ ഉള്ള കാരണം തന്നെ പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കും. ഇപ്പൊ കുറച്ച് 2-3 പേരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ വെട്ടിത്തീരും. ഇതുപോലെ ഒരു കട്ടിങ് പാഡ് അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വെച്ച് ഇതുപോലെ വെട്ടിയെടുക്കും. അപ്പൊ നമ്മള് മറ്റേ രീതി ഞാൻ പറഞ്ഞല്ലോ, പുഴുങ്ങിട്ട് ചെയ്യുന്ന രീതി അതും നല്ലത് തന്നെയാണ് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പൊ പുഴുങ്ങുമ്പോ കുറെ നേരമായിട്ട് ഇതാക്കണം. എങ്ങനെയാ അതിന്റെ വേവിന്റെ അപ്പോഴും ഈ പുഴുങ്ങിയത് വെയിലത്തിട്ട് ഉണക്കുമ്പോൾ ഇതേപോലെ പൊളിച്ചാൽ നല്ലത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ വേഗം ഉണങ്ങി കിട്ടും. പുഴുങ്ങിയതായാലും വെയിലത്തിട്ട് ഉണക്കുമ്പോൾ ഇതേപോലെ പൊളിച്ച് പുഴുങ്ങിയതിന് ശേഷം പൊളിക്കാട്ടോ. പൊളിച്ചിട്ട് പുഴുങ്ങിയിരിക്കും. അപ്പൊ വെള്ളത്തിലൊക്കെ മഞ്ഞ കളറായിട്ട് മഞ്ഞപ്പൊടികളുടെ ഗുണം നഷ്ടപ്പെടും. അപ്പൊ അത് അങ്ങനെ ചെയ്യല്ലേ. ഇതേപോലെ മൊത്തത്തിലിട്ട് തന്നെ പുഴുങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ ഉണക്കിയെടുക്കണ്ടേ. ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഉണക്കിയ കഴുകണതൊക്കെ നല്ല ഭംഗിയിൽ വൃത്തിയായിട്ട് കഴുകുക. മണ്ണൊക്കെ മാക്സിമം കളയുക, അതിന്റെ വേരുകൾ കളയുക. എന്നിട്ട് ഇതുപോലെ വെട്ടി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. നമുക്ക് ടെറസിന്റെ മുകളിൽ കൊടുന്നിട്ട് നമുക്ക് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തിരിച്ച് അരിഞ്ഞത് നമ്മൾ കൊടുന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇതുപോലെ അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ടെറസിന്റെ മുകളിൽ ഇടണ്ട. കാരണം അതിനകത്ത് പൊടിയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാതെ തന്നെയാണല്ലോ. അപ്പം മാക്സിമം നമുക്ക് വല്ല സാരി, പഴയ സാരിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിൽ അങ്ങനെ ആക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. കാരണം കനം ഉണ്ടാവില്ല, ടെറസിന്റെ ചൂട് പെട്ടെന്ന് ഉള്ളിലേക്ക് കിട്ടും ചെയ്യും. നമുക്കിതുപോലെ വേഗമായി കിട്ടാനും നല്ലതാണ്. പൊടിയാവൂല, ഉണക്കാനും എളുപ്പമാണ്. അപ്പം നമുക്ക് ആയത് ഇതുപോലെ കൊടുക്കണം. നമ്മുടെ മഞ്ഞൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു ഏകദേശം 10 ദിവസം എന്തായാലും വെയിലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 ദിവസം ഇപ്പോഴത്തെ വെയിൽ കാറ്റിനും വേഗം ഉണങ്ങി കിട്ടും. എങ്കിലും ഞാനൊരു 10 ദിവസം ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാം ഒരേ അളവിലല്ല ചെത്തിക്കണേ വെച്ചെങ്കിൽ നല്ല കനമുള്ളതൊക്കെ ആകുമ്പോൾ ഉള്ളിൽ ശരിക്കും ആവില്ല. അങ്ങനെ ആവാണ്ട് വരുമ്പോഴുള്ള പ്രശ്നമാണ് നമ്മളിങ്ങനെ കുത്തും എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ലേ. കുറച്ച് കാലം ഇങ്ങനെ പൊടിപ്പിക്കാണ്ട് വെക്കുകയാണെങ്കിൽ അത് പൊടി കുത്തിപ്പോവും. നമ്മൾ പച്ചക്ക് വെട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റ് പറയാം. അത് ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ നല്ലോണം ഉണക്കണം. അപ്പോൾ ഏറ്റവും കനമുള്ളത് ഉണങ്ങുന്ന വരെ ഇട്ടുകൊണ്ടും ഒരു കുഴപ്പമില്ല. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ മെഷീനിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക.
നമ്മൾ മല്ലി മുളക് ഇതൊക്കെ പൊടിപ്പിക്കില്ലേ, അതുപോലെ കൊണ്ടുപോയി പൊടിപ്പിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സി ജാറിൽ ഇടാനൊന്നും നിൽക്കണ്ട, അത് എന്തായാലും മിക്സിയുടെ പണി കഴിയും. അങ്ങനെ അത്രയ്ക്കും നല്ല ഇതിലാണ് ഉണങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് പൊട്ടിച്ചാൽ നല്ല ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഇത് നന്നായി ഉണങ്ങി കഴിഞ്ഞ് കൊണ്ടുപോയി പൊടിപ്പിക്കുക. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി മഞ്ഞൾ കിട്ടും. പിന്നെ നമ്മളിത് പുറത്ത് ഇപ്പോൾ കാറ്റൊക്കെയുള്ള സമയമായ കാരണം ഒരു പക്ഷേ വല്ല ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചേറി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ. പൊടിപ്പിച്ചിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇനി പൊടിപ്പിക്കാൻ ഇവിടുത്തെ സൗകര്യമൊക്കെ നോക്കി ഇനി എപ്പോഴാണ് പോകാമെന്ന് അറിയില്ല. അപ്പോൾ അത് കാരണം അധികം വൈകിക്കാനില്ല. ഇത്ര ഇനി പണിയുള്ളൂ. ഇനി ഇത് കൊണ്ട് പൊടിപ്പിക്കുക, ഇത്ര പണിയുള്ളൂ. അപ്പം നിങ്ങളിനി നിങ്ങൾക്കിത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. മഞ്ഞളുടെ പോലെയാണ്, പക്ഷെ മഞ്ഞളല്ല, കൂവയാണ്. കൂവ മഞ്ഞളുടെ ഏകദേശം എല്ലാം ഒരേപോലെ ആയിരിക്കും. നമ്മൾ കൂവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അല്ല റെസിപ്പി അല്ലായിരുന്നു, ഈ കൂവ എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ കൂവയുടെ ചെടി കാട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതാണ് കൂവയുടെ ചെടി കേട്ടോ. ഇനി നമുക്ക് മഞ്ഞളുടെ കട നോക്കിയിട്ട് വരാം. ഇതാണ് മഞ്ഞളുടെ എന്ന് പറയുന്നത്. ആ കൂവയുടെ ഇലയുടെ പോലെയൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. നേരത്തെ കാണിച്ചൊന്നുമില്ല, അതിൻ്റെ ഏകദേശം ഷേപ്പിലൊക്കെ ഇരിക്കും. പക്ഷേ അതിനായിട്ട് കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരിക്കും കണ്ടോ. ഇത് ഉണങ്ങി വന്നു. ആ ടൈമിലാണ് നമ്മൾ പറിക്കുക. അപ്പോൾ അതേ ഉണങ്ങിയിട്ട് ഇതിൻ്റെ കടക്കിൽ കണ്ടില്ലേ മഞ്ഞൾ പൊന്തി നിൽക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ, ഇപ്പോൾ നല്ലോണം കടയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ കളച്ചതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നല്ലോണം വട്ടത്തിൽ ഇങ്ങനെ അത്യാവശ്യം ഇതിൻ്റെ ഇപ്പോൾ ഇത്രയും ഭാഗത്തൊക്കെ നമ്മൾ മഞ്ഞൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ട് നീക്കിയിട്ട് നന്നായിട്ടൊന്ന് കളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കട കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യത്തിന് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ കിടന്നോട്ടെ അല്ലേ, നമ്മൾ എടുക്കണില്ല. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് എന്താ പങ്കുവെച്ച് ഇത് ഇതാവാണ്ടിരിക്കാൻ ചെയ്യുക, മഞ്ഞൾ പറിക്കണില്ലെങ്കിൽ അടുത്ത കൊല്ലം പറിച്ചാലും മതി. അത് ശരി. അല്ലാണ്ട് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ അങ്ങനത്തെ ഇഞ്ചിയുടെ പോലത്തെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇഞ്ചിക്കൊക്കെ ആണെങ്കിൽ ഈ ടൈമിൽ ഇഞ്ചിയുടെ തണൽ ഇട്ട് കൊടുക്കണം, അല്ലേ വെച്ചെങ്കിൽ അത് പതിരിച്ച് ഇതായിട്ട് പോവും. അപ്പോൾ അത് കാരണം മഞ്ഞളിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മഞ്ഞളുടെ ഒരു പച്ചത്തല കണ്ടിട്ടുണ്ട് ഇവിടെ, സാധാരണ ഒരെണ്ണം കുഴിച്ചിട്ടത് മുളച്ച് വന്നതാട്ടാ. അപ്പോൾ ഈ പച്ചത്തലയിൽ കണ്ടില്ലേ, ഇതാണ് മഞ്ഞളിൻ്റെ ഇതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൂവയുടെ ഒരു ഷേപ്പിലൊക്കെ തന്നെ നിൽക്കുക. ഇതാണ് സംഭവം.